കോക്രോച്ച് ജനതാ പാർട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. നേരത്തെ ഉന്നയിച്ച അതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ മാത്രം മുൻനിർത്തി ആ പ്രസ്ഥാനത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റും. ഇന്ത്യയിലെ വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കൂടി അതിനകത്ത് സംഭവിച്ചു. സ്റ്റുഡൻസ് മൂവ്മെന്റ് ആയ CJPയുടെ വളർച്ചയെയും പ്രവർത്തനങ്ങളെയും താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവാക്കളും യുവതികളും മുൻകൈയെടുത്ത് ഏതാണ്ട് 35 ദിവസത്തിലധികം നീണ്ടുനിന്ന ഒരു വലിയ പ്രക്ഷോഭത്തിനാണ് കഴിഞ്ഞ മാസം ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ആ പ്രക്ഷോഭത്തിന് ചില പ്രത്യേകതകളുണ്ട്. അത് നേരത്തെ ഉന്നയിച്ച അതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെ മാത്രം മുൻനിർത്തി ആ പ്രസ്ഥാനത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അവർ ഉന്നയിച്ച കാര്യം വളരെ പ്രധാനമായിരുന്നു. ഇന്ത്യയിലെ ചെറുപ്പക്കാർ നേരിടുന്ന മൗലികമായൊരു പ്രശ്നത്തെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾ നേരിടുന്ന ഗൗരവതരമായൊരു പ്രശ്നത്തെ ആണവർ ഉയർത്തിക്കൊണ്ടുവന്നത്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റുകൾ, പല രൂപത്തിലുള്ള ടെസ്റ്റുകൾ വലിയ തോതിൽ ചോദ്യപേപ്പർ ചോരുകയും പരീക്ഷാ നടത്തിപ്പിൽ തന്നെ ഒരു പ്രഹസനമായി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ആ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അവർ കുറച്ച് ഡിമാൻഡുകൾ റേസ് ചെയ്തു. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ യുവാക്കളെ കോക്രോച്ചിനോട് ഉപമിച്ചു. അങ്ങനെയാണ് കോക്രോച്ച് എന്ന പേര് ഉയർന്നു വരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അതിലൊന്ന്, ഇന്ത്യയിലെ വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കാത്ത മർമ്മപ്രധാനമായ ചില ഡിമാൻഡുകൾ അത് റേസ് ചെയ്യാൻ ശ്രമിച്ചു. വിദ്യാർത്ഥികളുടെ ഇത് മാത്രമല്ലാത്ത ചില ഡിമാൻഡുകൾ. അതിലൊന്നാണ് സുപ്രീം കോടതി ജഡ്ജിമാർ രാഷ്ട്രീയ പാർട്ടികളുടെ MPമാരാകാൻ പാടില്ല എന്ന ഡിമാൻഡ്. അത് ഫലത്തിൽ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരിക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിണിയാളായി മാറാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തെ, നമ്മുടെ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുകയോ ദുഷിപ്പിക്കുകയോ ചെയ്യുന്നൊരു പ്രവണതയ്ക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായി വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. അതെന്തിനാണ് ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധിപ്പിച്ച് ഉന്നയിക്കുന്നത്? അപ്പോൾ ഈ മൂവ്മെൻറ്റ് പരീക്ഷാ ക്രമക്കേടിന് അപ്പുറത്തേക്ക് നീളുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമതൊരു കാര്യം, ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് വന്നടിഞ്ഞ 10,000-കണക്കിന് വരുന്ന മനുഷ്യരാണ്. അവരെല്ലാ ജാതിയിലും മതത്തിലും വർണ്ണത്തിലും വ്യത്യസ്തമായ വർഗ നിലകളിലും വ്യത്യസ്ത ഭാഷാ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ നിന്നുമൊക്കെ വന്നവരാണ്. അവർക്കെല്ലാവർക്കും ഐക്യപ്പെടാവുന്ന ഒരു സ്പേസ് ആ മൂവ്മെൻറ്റിനകത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രക്ഷോഭം നടത്തിയാൽ സംഭവിക്കില്ലാത്തൊരു കാര്യമാണ് CJPയുടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഈ ഡൈവേഴ്സിറ്റിയുടെ വലിയൊരു യൂണിറ്റി, വ്യത്യസ്തതകളുടെ ഒരു ഐക്യം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതൊരു കാര്യം, ഇന്ത്യയിലെ വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കൂടി അതിനകത്ത് സംഭവിച്ചു. അതിലേറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്, അതിലൊരു വിഭാഗം ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നു, അതേ വിഭാഗം തന്നെ ജയ് ഭീം എന്ന് വിളിക്കുന്നു, വന്ദേ മാതരം എന്ന് വിളിക്കുന്ന വിദ്യാർത്ഥികളും അതിനകത്തുണ്ട്. മഹാത്മാഗാന്ധിയുടെ അനുയായികളുണ്ട്, നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകളുണ്ട്,
അംബേദ്കറുടെ ആൻറ്റി കാസ്റ്റ് പൊസിഷനോട് ആഭിമുഖ്യമുള്ള വിഭാഗങ്ങളുണ്ട്, ഭഗത് സിംഗിൻ്റെ അനുയായികളുണ്ട്. ഇതെല്ലാം ഇന്ത്യ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമരകാലത്തെ പ്രധാനപ്പെട്ട ഏടാണ്. ഈ വ്യത്യസ്ത സ്ട്രീമുകൾക്ക് ഒരുമിച്ച് വരാൻ കഴിയുമെന്ന ഒരു സൂചന കൂടി അതിനകത്തുണ്ട്. മൂന്നാമത്തേതും അവസാനത്തേതുമായ കാര്യം, അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി വിലയിരുത്താൻ തക്ക സംവിധാനമല്ലത്. എന്നാൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും രാഷ്ട്രീയ ഉള്ളടക്കത്തോടുകൂടി ഇടപെടുകയും ചെയ്ത വിപുലമായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായി CJPയുടെ വളർച്ചയെ, അതിൻ്റെ പെർഫോമൻസിനെ നമുക്ക് കാണുവാൻ കഴിയും.